ദൈവ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ ആലയത്തിൽ വിശുദ്ധ നോമ്പിൻ്റെ ആരാധനയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും ദൈവനാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇങ്ങനെ എനിക്കിവിടെ നിന്ന് ദൈവവചനം സംസാരിപ്പാൻ തക്കവണ്ണം ഒരു അവസരം ഒരുക്കി തന്ന അച്ഛനോടും ഞങ്ങളുടെ ഇളമ്പൽ പ്രാർത്ഥനാ കൂട്ടായ്മ, ഇളമ്പൽ കണ്ണമ്പള്ളി മാടപ്പാറ കൂട്ടായ്മയുടെ എല്ലാ പ്രവർത്തകരോടുമുള്ള നന്ദിയും ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇന്ന് ഏവൻഗേലിയനായിട്ട് വായിക്കേണ്ടിയിരുന്ന യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. അച്ഛൻ അവിടെ ഇന്ന് ഏവൻഗേലിയൻ വായിക്കാത്തത് കൊണ്ട് ഞാനതൊന്ന് വായിക്കാം. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവൻ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന കുറിവാക്യം, അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവനെ അറിഞ്ഞില്ല. സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. വചനം ജഡമായി തീർന്ന ഈ ലോകത്തിലേക്ക് മനുഷ്യാവതാരം എടുത്തു വന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ പരിശുദ്ധ നോയമ്പിൻ്റെ 19-ാമത്തെ ദിവസവും കർത്താവേ, ഞങ്ങൾക്ക് ഈ ആലയത്തിൽ കൂടി വന്ന് എന്നെ ആരാധിപ്പാൻ ഇടയാക്കിയല്ലോ. കർത്താവേ, ദൈവമായ കർത്താവിൻ്റെ കൃപ ഈ ദിവസങ്ങളിലൊക്കെ വ്യാപരിച്ചതോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്നേ ദിവസം വചനവുമായി അടിയൻ അങ്ങയുടെ മുൻപിൽ, നിൻ്റെ മക്കളുടെ മുൻപിൽ നിൽക്കുന്ന കർത്താവേ, അടിയനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ സംസാരിക്കുന്ന വചനം ആദ്യം ഏഴയ്ക്കും കർത്താവെ പിന്നെ കേൾക്കുന്നവർക്കും കർത്താവെ ഒരു രൂപാന്തരത്തിനും അനുഗ്രഹത്തിനും മുഖാന്തരമാക്കി തീർക്കണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. ദയോടെ കേൾക്കണമേ. ആമേൻ. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇന്നത്തെ ധ്യാന വിഷയം എന്ന് പറയുന്നത് ഒഴുകപ്പെട്ട ദൈവകൃപ എന്നുള്ളതാണ്. നാം ഇന്ന് 2-ാം പാഠത്തിൽ വായിച്ചു കേട്ട വചനങ്ങൾ പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് ദൈവകൃപ ഒഴുകി വന്നപ്പോൾ പൗലോസിനുണ്ടായ മാറ്റങ്ങളെ ഓർത്ത് ദൈവത്തിന് സമർപ്പിക്കുന്ന നന്ദി സൂചകങ്ങളായ വാചകങ്ങളാണ് നാം ഇന്ന് 2-ാം പാഠമായി കേട്ടത്. ഇവിടെ നാം വേദപുസ്തകം ആദ്യോടന്തം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇതിലൊക്കെയും പറഞ്ഞിരിക്കുന്നത് ഒരു തെറ്റിപ്പോയ ജനത്തിൻ്റെ ഒരു മടങ്ങിവരവിനെ പറ്റിയും ഒരു യഥാസ്ഥാനപ്പെടലിനെ പറ്റിയും ഒരു അനുരഞ്ജനത്തെ പറ്റിയൊക്കെയുമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നാം ഈ നോമ്പിൻ്റെ ദിവസങ്ങളിലൊക്കെ കടന്നു വന്ന് ആരാധിക്കുന്നതും നോമ്പ് ആചരിക്കുന്നതുമൊക്കെ, ആരൊക്കെ നോമ്പ് ആചരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും അതിൻ്റെ ഉദ്ദേശവും അതിൻ്റെ രീതിയും അങ്ങനെയാണല്ലോ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട്, നമ്മുടെ കുറവുകളെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട്, നമുക്കൊരു രൂപാന്തരവും നമുക്കൊരു പശ്ചാത്താപവും ഉണ്ടാകുവാനായിട്ട്, ദൈവത്തിൽ നിന്ന് അകന്നു പോയ നാം ദൈവത്തോട് അനുരഞ്ജനപ്പെടുവാനായിട്ടൊക്കെയാണ് നാം ഇങ്ങനെ ഈ നോമ്പാചരണങ്ങളൊക്കെ എല്ലാ കാലവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഇവിടെ ഞാൻ അനുരഞ്ജനത്തിനെ പറ്റിയാണ് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സഭയുടെ ഈ വർഷത്തെ പഠന വിഷയം അനുരഞ്ജനത്തെക്കുറിച്ച് ആയിരുന്നുവല്ലോ. എന്തുകൊണ്ട് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട നമ്മുടെ ആദിമ മാതാപിതാക്കൾ
അവർ 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 ചെയ്ത തെറ്റുകൊണ്ട് മാത്രമല്ല അവർ പുറത്താക്കപ്പെട്ടത്. ഈ തെറ്റ് സമ്മതിക്കുവാൻ അവർക്ക് മടിയായിരുന്നു. അത് മറ്റുള്ളവരിൽ പഴി ചാരിക്കൊണ്ട് അവർ അതിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് അവർ ശ്രമിച്ചു. ഇതായിരുന്നു മറ്റൊരു കുറ്റം അവരിൽ കണ്ടത്. ഇതായിരുന്നു ഇവരെ പുറന്തള്ളപ്പെടുവാനുള്ള ഒരു കാരണമായിട്ട് തീരുന്നത്. നമ്മളും ഇന്ന് അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ തെറ്റ് ചെയ്താലും കുറ്റം ചെയ്താലും അത് സമ്മതിക്കുവാനൊക്കെ നമുക്ക് വലിയ മടിയാണ്. അത് എങ്ങനെയും അത് മറ്റുള്ളവരിൽ പഴി ചാരി നമ്മൾ രക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ ആദമിനെയും ഹവ്വയെയും ദൈവം പുറത്താക്കിയിട്ടും ഈ ദൈവം ഇവരുടെ ഒരു മടങ്ങിവരവിനായിട്ട് ദൈവം വളരെ ആഗ്രഹിച്ചു. എന്നാൽ പുറത്താക്കപ്പെട്ട ആദമും ഹവ്വയും കൂടുതൽ കൂടുതൽ തെറ്റിലേക്കും അവരുടേതായ ജീവിതത്തിൻ്റെ വഴികളിലേക്കൊക്കെ പോകുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ജനം ഒരു മടങ്ങിവരവ് ദൈവം പ്രതീക്ഷിച്ചെങ്കിലും അത് ലഭിക്കാതെ വന്നപ്പോൾ ദൂതന്മാരെ അയച്ചും ന്യായാധിപന്മാരെ അയച്ചും രാജാക്കന്മാരാലും പ്രവാചകന്മാരാലും ഒക്കെ ഇവരെ സംരക്ഷിക്കുവാനും അവർക്കൊരു മടങ്ങിവരവിനുള്ള ആഹ്വാനം നൽകുവാനും ഒക്കെ ദൈവം തമ്പുരാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ മലാഖി വരെയുള്ള കാലങ്ങൾ കഴിഞ്ഞുപോയി. അത് കഴിഞ്ഞ് ഒരു 400 സംവത്സരം രാജാവോ പ്രവാചകന്മാരോ ആരുമില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജനം അവർക്ക് തോന്നിയതുപോലെ നടന്നു എന്ന് നമ്മൾക്ക് വേദപുസ്തകത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ദൈവം വിചാരിച്ചു വീണ്ടും തെറ്റിപ്പോയ ജനത്തെ തങ്കലേക്ക് ചേർത്ത് കൊള്ളുവാനും അനുരഞ്ജനത്തിലായി തീരുവാനും ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ തൻ്റെ സ്വന്തം പുത്രനെ തന്നെ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചു. അതാണ് ഒഴുകപ്പെട്ട ദൈവകൃപ എന്ന് പറയുന്നത്. ഈ ഭൂമിയിലേക്ക് വന്ന ക്രിസ്തു തന്നെയാകുന്നു. ഈ ക്രിസ്തു ആണ് നമ്മുടെ ഇടയിൽ വന്നു പാർത്തതും കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വന്നു പാർത്തതും. ഈ ക്രിസ്തു നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ ആരും അവനെ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ രൂപത്തിൽ തന്നെ മനുഷ്യരുടെ ഇടയിലേക്ക് ദൈവം അവനെ പറഞ്ഞയച്ചു. എന്നിട്ട് സ്വന്തക്കാരായവർ പോലും അവനെ കൈക്കൊള്ളുന്നില്ല എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. നമ്മെ ദൈവത്തോട് അനുരഞ്ജനപ്പെടുത്തുവാനായിട്ട് അല്ലെങ്കിൽ നിരപ്പ് പ്രാപിക്കുവാനായിട്ട് മധ്യസ്ഥനായിട്ടാണ് ഈ ലോകത്തിൽ കർത്താവ് വന്ന് ഇരിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്, ഈ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പല അനുരഞ്ജനങ്ങളെപ്പറ്റി നമുക്ക് പുസ്തകത്തിൽ നിന്നും വായിക്കുവാനായിട്ട് സാധിക്കും. അതിൽ 2-3 അനുരഞ്ജനങ്ങളെപ്പറ്റി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത് ഞാൻ പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരപ്പനും 2 മക്കളും സന്തോഷത്തോടെ സുഖത്തോടെ ഒരു ഭവനത്തിൽ പാർത്തിരുന്നു. ഇളയപുത്രൻ ഈ സന്തോഷവും സമാധാനവും സുഖവും ഒന്നുമല്ല, ഇതിനൊക്കെ അപ്പുറം ലോകത്തിലുള്ള സന്തോഷവും സുഖവും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഭവനം വിട്ടു പോകുന്നതായിട്ടും, എന്നാൽ ഈ മകൻ പോയപ്പോൾ മുതൽ ഈ മകൻ്റെ മടങ്ങി വരവിന് വേണ്ടി ഈ അപ്പൻ വഴിക്കണ്ണുകളോട് കാത്തിരിക്കുന്നതുമായിട്ട് നമുക്ക് ഒരു ഉപമ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഭവനം വിട്ടു പോയ മകൻ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അവൻ്റെ സങ്കല്പത്തിലുള്ള ഒരു ലോകമൊന്നുമല്ല അവൻ അവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെ അവനൊരു പാപബോധമുണ്ടായി. താൻ ചെയ്തത് തെറ്റാണെന്ന് അവന് തോന്നി. അതുകൊണ്ട് തന്നെ അവൻ മടങ്ങി വരുവാനായിട്ട് തീരുമാനിച്ചു, പശ്ചാത്തപിച്ചു, ഏറ്റുപറഞ്ഞു. പിതാവിൻ്റെ മുൻപിൽ സകലത് ഏറ്റുപറയുന്ന അവൻ തീരുമാനമെടുത്തുകൊണ്ട് ഈ പിതാവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ അത് അവൻ്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരുന്ന പിതാവ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് അവൻ്റെ പുത്രൻ്റെ എല്ലാ അവകാശങ്ങളും നൽകിക്കൊണ്ട് തന്നെ തന്നിലേക്ക് ചേർക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ പിതാവും പുത്രനുമായിട്ടുള്ള ഒരു അനുരഞ്ജനമാണ് ഒരു അനുരഞ്ജനം നാം ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. ഒരനുരഞ്ജനം നടക്കണമെങ്കിൽ 2 പേർക്കും ഒരുപോലെ അതിനുള്ള ആഗ്രഹവും മനസ്സും ഉണ്ടായിരിക്കണം. ഇവിടെ ഈ പിതാവും മകനും ഒരുപോലെ അനുരഞ്ജനത്തിന് വേണ്ടി ആഗ്രഹിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു മഹത്തായ ഒരു അനുരഞ്ജനം അവിടെ നടന്നതെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം ഇന്ന് നമ്മുടെ ചുറ്റും നോക്കിയാൽ കാണുന്നതൊക്കെ ഇതൊക്കെ തന്നെയാണ്. സ്വന്തം ഭവനത്തിലെ സ്നേഹമോ സന്തോഷമോ സുഖങ്ങളോ ഒന്നും പോരാ എന്ന് തോന്നിക്കൊണ്ട് നമ്മുടെ പല പ്രായത്തിലുള്ളവർ അവരുടെ സ്ഥാനം എന്താണെന്ന് പോലും ഓർക്കാതെ പോലും ചിലപ്പോൾ ഭവനം വിട്ട് ലോകത്തിൻ്റെ സുഖങ്ങളിൽ തേടി പോകുന്നതായിട്ട് നമുക്ക് ഇന്നിൻ്റെ കാലയളവിൽ ധാരാളമായി നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവർ ഇറങ്ങിപ്പോയെങ്കിൽ തന്നെ
തന്നെയും കുറെ കഴിയുമ്പോൾ തന്നെ ഈ ലോകത്തിൻ്റെ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ അവർക്ക് മനസ്സിലാവുകയും അവർ ഒരു കെണിയിൽ അകപ്പെട്ടു പോകുന്നു മനസ്സിലാക്കുമ്പോൾ അവർ പശ്ചാത്തപിക്കുകയും അവൻ ചെയ്തു പോയത് തെറ്റാണെന്ന് അവർക്ക് ചിന്തയുണ്ടെങ്കിലും അതവർ പശ്ചാത്തപിക്കുകയോ മടങ്ങി വരികയോ ചെയ്യുവാനായിട്ട് അവർ കണക്കാക്കുന്നില്ല, അവർ കൂട്ടാക്കുന്നില്ല. അവർ പലരും അങ്ങനെ ഒന്നുകിൽ ആ പാപത്തിൽ തന്നെ മുൻപോട്ട് ജീവിക്കും, അതല്ലെങ്കിൽ ആത്മഹത്യയിലൂടെ ഈ ലോകത്തിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇന്ന് നാം കണ്ടും കേട്ടും ഇരിക്കുകയാണ്. രണ്ടാമതായിട്ട് ഇവിടെ നമുക്ക് ആ ഒരു അനുരഞ്ജനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ളത്, അനുരഞ്ജനപ്പെടുവാൻ ഇരുപക്ഷത്തു നിന്നും മനസ്സുണ്ടാകണമെന്ന് ഈ ഉപമയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. രണ്ടാമതായിട്ട് ഞാൻ പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിൽ ഏശാവിനെയും യാക്കോബിനെയും കുറിച്ചാണ് പറയുന്നത്. ഒരു സമയത്ത് ഒരു ഇടർച്ചയുണ്ടായി. സഹോദരന്മാർ രണ്ടുപേരും രണ്ട് ദിക്കിലേക്ക് ഓടിപ്പോകുന്നു. അത് കഴിഞ്ഞിട്ട് ദീർഘനാളത്തെ കാലത്തിന് ശേഷം, അതായത് ഒരു 20 വർഷത്തിന് ശേഷം ഈ യാക്കോബിന് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം സ്വന്തം ദേശത്തേക്ക് യാക്കോബ് മടങ്ങി വരുന്നു. എന്നാൽ ഈ മടങ്ങി വരവിൽ അവന് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു. അവൻ്റെ ജ്യേഷ്ഠനെക്കുറിച്ചും ഭവനത്തെക്കുറിച്ചും ഒക്കെ അവൻ ചിന്തിച്ചപ്പോൾ, ഞാൻ എത്രത്തോളം വലിയ തെറ്റും പാപവുമാണ് എൻ്റെ സഹോദരനോട് ചെയ്തതെന്ന് അവന് ഓർത്തു. അവനെ പശ്ചാത്തപിച്ചു. അവൻ ആ സഹോദരനോട് അനുരഞ്ജനപ്പെടുവാനുള്ള ഒരു വാഞ്ഛയുണ്ടായി. അങ്ങനെ എങ്കിലും അവൻ ആ സഹോദരനെ ഭയമുണ്ടായിരുന്നു. കാരണം അത്രത്തോളം കഠിനമായ കുറ്റം ചെയ്തിട്ടാണ് അവന് സഹോദരനിൽ നിന്ന് അകന്നു പോയത്. എങ്കിലും അവന് തനിക്ക് മുൻപായി തൻ്റെ ദൂതന്മാരെ ഏശാവിൻ്റെ അടുക്കൽ പറഞ്ഞയക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഏശാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ പറഞ്ഞയച്ചിട്ട് യാക്കോബ് ചെയ്തത് മുട്ടുകുത്തി ദൈവത്തോട് അവൻ്റെ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ടും സഹോദരന് തന്നോട് കരുണ തോന്നേണ്ടതിനായിട്ടും ഒക്കെ ദൈവത്തോട്, ആ വാചകങ്ങളിലല്ലത് അവിടെ പറഞ്ഞിരിക്കുന്നത്, എങ്കിൽ തന്നെ അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. അതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൂതന്മാർ ചെന്ന് ഏശാവിനോട് ഈ യാക്കോബ് ഏശാവിനെ തേടി വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഏശാവിന് വലിയ സന്തോഷമായി. ഏശാവ് എളുപ്പം തന്നോട് കൂടെയുള്ളവരെയും കൂട്ടി യാക്കോബിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അപ്പോൾ ഏശാവ് ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോൾ തന്നെ യാക്കോബ് മുൻപോട്ട് ചെന്ന് 7 പ്രാവശ്യം ഏശാവിൻ്റെ മുൻപിൽ കവിണ് വീണ് സാഷ്ടാംഗം നമസ്കരിക്കുന്നതായിട്ട് നാം അവിടെ വായിക്കുന്നുണ്ട്. അവനറിയാം അവൻ ചെയ്തു പോയ തെറ്റ് അത്രത്തോളം വലിയതാണെന്ന്. അവൻ സ്വന്തം സഹോദരനെ വിളിക്കുന്നത് യജമാനെ എന്നാണ് അവിടെ വിളിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഏശാവ് ഓടി വന്നു, തൻ്റെ സഹോദരനെ കെട്ടിപ്പിടിച്ചു, കഴുത്തിൽ ചുംബിച്ചു, പൊട്ടിക്കരഞ്ഞു. അവർ ഒരു അനുരഞ്ജനത്തിലായിട്ട് തീരുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ യാക്കോബ് ഒരു പക്ഷേ ഈ ഏശാവ് തന്നോട് അനുരഞ്ജനത്തിൽ വന്നില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് അവനെ സ്വാധീനിക്കുവാൻ വേണ്ടി കുറേ മൃഗസമ്പത്തുകളെ വേറിട്ട് നിർത്തിയിരുന്നു. അപ്പോൾ ഏശാവ് ചോദിക്കുന്നുണ്ട്, ഇത് എന്തിനാ ഈ മൃഗസമ്പത്തുകളെന്ന് ചോദിക്കുമ്പോൾ അവിടെ യാക്കോബ് പറയുന്നുണ്ട്, ഇത് യജമാനു വേണ്ടി ഞാൻ തരുവാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏശാവ് പറയുന്ന ഒരു വാക്ക് ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ളതാണ്. എനിക്ക് വേണ്ടുവോളമുണ്ട്, നിനക്കുള്ളത് നിനക്ക് തന്നെ ഇരിക്കട്ടെ. അതാണ് അവരുടെ ആ ഒരു ഒത്തുചേരലിനെ അല്ലെങ്കിൽ യഥാസ്ഥാനപ്പെടലിനെ അല്ലെങ്കിൽ അനുരഞ്ജനത്തിനെ ഏറ്റവും മഹത്തരമാക്കി തീർക്കുന്നത്. ഒന്നും ലാഭമോഹങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, എനിക്കെൻ്റെ സഹോദരൻ്റെ സ്നേഹം മാത്രം മതിയെന്ന് പറഞ്ഞ് ഒരു നല്ല ഉദാത്തമായ മഹത്തായ ഒരു അനുരഞ്ജനത്തിലേക്ക് ഈ ഏശാവും യാക്കോബും ചേരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യാക്കോബ് ചെയ്ത പാപത്തിൻ്റെ കാഠിന്യം എത്ര വലുതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ അനുരഞ്ജനത്തിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇവരുടെ അനുരഞ്ജനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, 2 പേർക്കും ഒരുപോലെ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഒരു അനുരഞ്ജനം നടക്കുകയുള്ളെന്ന്. ഇവിടെ 2 പേർക്കും, യാക്കോബിന് അനുരഞ്ജനത്തിനായിട്ട് മനസ്സുണ്ടെങ്കിലും അവന് ഏശാവിനെ ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അനുരഞ്ജനത്തിന് വേണ്ടി അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ആരോടെങ്കിലും ഒരു പിണക്കമുണ്ടെങ്കിൽ നമുക്ക് അവരോട് പെട്ടെന്നുള്ള കോപത്തിലോ അല്ലെങ്കിൽ സാഹചര്യമായിട്ട് വല്ലതും ഇടർച്ച വന്നു പോയാൽ നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ തോന്നും ഒന്നും വേണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും അവനോട് അനുരഞ്ജനപ്പെട്ടു പോയാൽ മതിയെന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ നമുക്ക് അവരോട് നേരിട്ട് ചെല്ലാൻ നമ്മുടെ ഈഗോ സമ്മതിക്കത്തില്ലായിരിക്കും. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, ദൈവമേ അവരോട് അനുരഞ്ജനപ്പെടുവാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഒരുക്കി തരണം എന്ന്. നിശ്ചയമായും ദൈവം അങ്ങനെ ഒരു അവസരം ഒരുക്കി തരിക തന്നെ ചെയ്യും. എൻ്റെ ജീവിതത്തിൻ്റെ പല അനുഭവ
അനുഭവങ്ങളിൽ നിന്നും ഞാനത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഇവിടെ ഈ യാക്കോബിൻ്റെ ഏശാവിൻ്റെ അനുരഞ്ജനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും ഉള്ളതും അതാണ്. നമുക്കൊരാളിനോട് അനുരഞ്ജനപ്പെടാൻ മനസ്സ് തോന്നുന്നുണ്ടെങ്കിൽ അവനും അങ്ങനെ ഒരു മനസ്സുണ്ടാകണമേ ദൈവമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ പാപങ്ങൾ എത്ര വലിയതാണെന്ന് നാം തന്നെ ഒന്ന് തിരിച്ചറിയണം. ഇവിടെ എനിക്ക് എൻ്റെ ഒരു ജീവിതത്തിലുള്ള ഒരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കണമെന്നുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ നല്ല ഉത്തമയായ ഒരു സ്നേഹിതയുണ്ടായിരുന്നു. നല്ല ബന്ധത്തിലും ഒക്കെ ജീവിച്ചു പോകുമ്പോഴാണ് ഒരു ചെറിയ കാര്യത്തിന് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഇടർച്ചയായി. അന്ന് ഞാൻ വിചാരിച്ചു ഇനി ഇവളുമായിട്ട് ഒരിക്കലും ഒരു സ്നേഹമോ ഒരു കൂട്ടായ്മയോ അല്ലെങ്കിൽ ഒരു ബന്ധമോ ഒന്നും വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ അങ്ങനെ മാറിപ്പോയി. അങ്ങനെ ഏകദേശം 1 വർഷക്കാലം ഞങ്ങൾ അങ്ങനെ പിണങ്ങിയിരുന്നു. എന്നാൽ ഒരു ദിവസം അവൾ പൊടുന്നനെ എൻ്റെ വീട്ടിൽ കയറി വന്നു. എന്നോട് അപ്പോൾ എനിക്കിവളെ കണ്ടപ്പോൾ അല്പമായൊരു നീരസമൊക്കെ തോന്നിയെങ്കിലും വീട്ടിൽ കയറി വന്നതല്ലേ എന്നും കണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. അവൾ യാന്ത്രികമായിട്ട് അവളെ സ്വീകരിച്ചു, പറഞ്ഞയച്ചു. എന്നാൽ അത് കഴിഞ്ഞിട്ട് അപ്പോഴും എൻ്റെ മനസ്സിലുള്ള പകയോ അല്ലെങ്കിൽ ആ ഒരു വൈരാഗ്യമോ മാറിപ്പോയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പലപ്പോഴും ഫോണിലൂടെയും പലപ്പോഴും പലയിടങ്ങളിൽ വെച്ച് കാണുമ്പോഴുമൊക്കെ എന്നോട് സംസാരിക്കാനൊക്കെ അവൾ മുതിരുമായിരുന്നു. എങ്കിലും ഞാൻ വഴിപ്പെട്ട് കൊടുത്തില്ല. എനിക്ക് അവളുമായിട്ടുള്ള ഒരു ബന്ധം വേണ്ടെന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. എന്നാൽ ഞാൻ പിന്നീട് ഇരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അവൾ എന്നേക്കാൾ നീതിയുള്ളവളാണ്. അതുകൊണ്ട് ഞാനാണിപ്പോൾ പാപം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ വെച്ച് ഞാൻ അവളോട് വീണ്ടും ഒരു അനുരഞ്ജനത്തിലാകുവാനായിട്ട് തീരുമാനിക്കുകയും അങ്ങനെ ഞങ്ങൾ വീണ്ടും അനുരഞ്ജനത്തിലാവുകയും ഇന്നും ആ ബന്ധം തുടർന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിന് സമാനമായിട്ട് ദാവീദിൻ്റെ ജീവിതത്തിലെ ഒരനുഭവം നമുക്ക് ഈ വായിക്കുവാനായിട്ട് കഴിയും. 2 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്ശാലോമിനെ പേടിച്ച് ദാവീദ് ഇങ്ങനെ പലയിടങ്ങളിൽ കൂട്ടാളികളുമായിട്ട് പലയിടങ്ങളിൽ ഒളിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ബഹൂരൂമിൽ വെച്ച് ഈ ശിമെയി എന്ന് പറയുന്ന വ്യക്തി, ഈ ശിമെയി എന്ന് പറയുന്നയാൾ ശൗലിൻ്റെ കുടുംബക്കാരനും ഗോത്രക്കാരനും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ ശൗലിനെയും പുത്രന്മാരെയും കൊന്നത് ദാവീദ് ആണെന്നായിരുന്നു അവരൊക്കെ ധരിച്ചു വെച്ചിരുന്നത്. അതിൻ്റെ ഒരു കോപം ഈ ദാവീദിനോട് അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഇവർ തമ്മിൽ കാണുന്നത്. അപ്പോൾ ദൂരത്ത് വെച്ച് തന്നെ ദാവീദിനെ കണ്ടപ്പോഴത്തേന് ഈ ശിമെയിക്ക് കോപമുണ്ടാകുകയും അവൻ രക്തപാതക നീച പോ എന്ന് പറഞ്ഞുകൊണ്ട് കല്ലും മണ്ണും വാരി അവനെ എറിഞ്ഞ് അവനെ ശപിക്കുന്നതായിട്ട് ആ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടെയുള്ളവർ ഇവനെ ശിക്ഷിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ദാവീദ് അതിന് സമ്മതിച്ചില്ല. അങ്ങനെ രണ്ടുപേരും 2 വഴിക്കും പോയി. പിന്നീട് നമ്മൾ അവരെ കാണുന്നത് 2 ശമൂവേലിൻ്റെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം മുതലാണ്. ഇങ്ങനെ അബ്ശാലോം മരിച്ചു, രാജസ്ഥാനം ദാവീദിൽ സ്ഥിരമായി. അങ്ങനെ രാജസ്ഥാനം ഏറ്റെടുക്കുവാനായിട്ട് അവൻ ഇസ്രായേലിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഈ ദാവീദ് അങ്ങോട്ട് വരുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ശിമെയി ഓടിച്ചെന്നു. യോർദാൻ അക്കരെ വെച്ച് ഇവർ തമ്മിൽ കണ്ടു. ശിമെയി ഓടിച്ചെന്ന് ദാവീദിൻ്റെ മുൻപിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. തനിക്ക് പറ്റിപ്പോയ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം അവനോട് സങ്കടത്തോടെ ഏറ്റുപറഞ്ഞ് അപ്പോൾ ദാവീദ് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ കൊല്ലുകയില്ല, സമാധാനത്തോടെ പോയിക്കൊള്ളുവാൻ പറഞ്ഞു. അങ്ങനെ ശിമെയിയുടെ വഴിക്ക് പോയി, ദാവീദിൻ്റെ വഴിക്ക് പോയി. ശിമെയി പോകുമ്പോൾ അവൻ്റെ വിചാരം എന്തായിരുന്നു? ഈ ദാവീദും ശിമെയിയുമായിട്ട് വീണ്ടും ഒരു നല്ല ഒരു അനുരഞ്ജനത്തിലായി, അല്ലെങ്കിൽ ഞങ്ങളുടെ പിണക്കങ്ങളെല്ലാം മാറി ഒന്നായി ഒത്തൊരുമയായിരിക്കുന്നു എന്നുള്ള സമാധാനത്തിലാണ് ശിമെയി പോയത്. എന്നാൽ ദാവീദ് അങ്ങനെയല്ലായിരുന്നു. ഇവൻ ചെയ്ത കഠിന പ്രവൃത്തി ദാവീദിൻ്റെ ഹൃദയത്തിൽ കിടന്നു. അത് 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് തൻ്റെ മരണത്തോടടുത്ത സമയം മകനായ ശലോമോൻ രാജാവിനെ അടുക്ക വിളിച്ചു. അവനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചു. 2-3 പേരുടെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചു. അതിലൊന്ന് ഈ ശിമെയിയുടെ കാര്യമായിരുന്നു. അവൻ ശലോമോനോട് പറഞ്ഞു, ഒരിക്കൽ ഈ ശിമെയി എന്നെ ഇതുപോലെ അധിക്ഷേപിക്കുകയും എന്നെ ശപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അന്ന് ഞാൻ അവനോട് പ്രതികാരം ചെയ്തില്ല. പിന്നീട് അവൻ എന്നെ യോർദാങ്കൽ എതിരേൽക്കാൻ വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു പോയി, ഞാൻ നിന്നെ കൊല്ലുകയില്ല എന്ന്. അതുകൊണ്ട് എനിക്ക് അവനെ കൊല്ലുവാനായിട്ട് കഴിയില്ല. എങ്കിലും നീ ബുദ്ധിയുള്ളവനാണ്. നീ എന്ത് ചെയ്യണം? നിന്റെ ബുദ്ധി കൊണ്ട് അവനോട് പ്രവർത്തിക്കണം. എങ്കിലും ഞാൻ നിന്നോടൊരു കാര്യം പറയുകയാണ്, അവൻ്റെ നരയെ രക്തത്തോടെ പാതാളത്തിൽ
അയക്കണം എന്ന് പറഞ്ഞാൽ അവനെ കൊന്നു കളയണമെന്ന്. അപ്പോൾ അവിടെ നമ്മൾ വിചാരിച്ചു, അല്ലെങ്കിൽ ശിമയി വിചാരിച്ചു അനുരഞ്ജനത്തിലായെന്ന്. അതെന്തുകൊണ്ടാണ് അനുരഞ്ജനത്തിലായി തീരാഞ്ഞത്? അവിടെ ശിമയിക്ക് മാത്രമേ അനുരഞ്ജനത്തിനുള്ള ഒരു മനസ്സ് ഉണ്ടായിരുന്നുള്ളൂ, ദാവീദിന് അതിൻ്റെ മനസ്സില്ലായിരുന്നു. ഒന്നുകിൽ അങ്ങനെയാകാം, ഇല്ലെങ്കിൽ ഈ ശിമയി ദാവീദ് രാജാവായി വീണ്ടും വരുമ്പോൾ ഒരുപക്ഷെ പഴയ പ്രതികാരം തന്നോട് തീർക്കുമോ എന്നുള്ള ഭയത്തിൽ ചെന്ന് ഈ ദാവീദിനോട് അനുരഞ്ജനപ്പെടുവാൻ നോക്കിയതുമാകാം. എന്തു തന്നെ ആയിരുന്നാലും അവിടെ ഭാഗികമായിട്ടുള്ള ഒരു അനുരഞ്ജനം മാത്രമേ നടന്നുള്ളൂ. അത് ഈ തൻ്റെ പക മകനിലേക്ക് പകർന്നു കൊടുത്തിട്ടാണ് ദാവീദ് പോകുന്നതായിട്ട് നമുക്ക് മരണത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പല വിധത്തിലുള്ള കുറവുകളും പാപങ്ങളും ബലഹീനതകളും ഒക്കെ ഉണ്ട്. മറ്റുള്ളവർക്ക് ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കും. ഞാൻ എപ്പോഴും വിചാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യം, നമ്മുടെ പാപങ്ങൾ നമുക്കും ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. മറ്റുള്ളവർ ഒരുപക്ഷെ നമ്മളെ നോക്കുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കും. എന്നാൽ നമുക്കറിയുന്ന പാപങ്ങളെയൊക്കെ ഒന്ന് തിരുത്തുവാനും പശ്ചാത്തപിക്കുവാനും ഏറ്റുപറയാനും മാനസാന്തരപ്പെടുവാനും ഒക്കെയുള്ള അവസരമാണ് ഈ നോയമ്പിൻ്റെ അവസരങ്ങളെന്ന് പറയുന്നത്. നിശ്ചയമായും ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നുപോയി ദൈവം ഒരു അനുരഞ്ജനത്തിന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് തൻ്റെ മകനെ ഒഴുകപ്പെട്ട കൃപയായിട്ട് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ ദൈവത്തിൻ്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നത്. ആദ്യം നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കണം, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം, നമ്മൾ വിശ്വാസത്തിലായിത്തീരണം. അപ്പോൾ നിശ്ചയമായിട്ടും നമ്മളെ ദൈവ മക്കളാക്കി തീർക്കുവാനും മക്കളും പ്രിയമക്കളും ആക്കി തീർക്കുവാനും ദൈവം മനസ്സുള്ളവനാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നാം എന്ത് ചെയ്താലും അത് നന്നായി ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. നമുക്കറിയാം, നാം ഈ നോയമ്പിലൊക്കെ കൂടി വരുന്നു. നമുക്ക് നേതൃത്വം തരുന്നവർ തന്നെ നമ്മെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, ആഹാരം വെടിഞ്ഞില്ലെങ്കിലും വേണ്ടിയില്ല, എന്ത് കഴിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ ഈ കൂട്ടായ്മയ്ക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ പിന്നെ ഈ 50 നോയമ്പിൻ്റെ അവസാന നാളുകളിൽ 10 ദിവസം എടുത്താൽ മതി എന്നൊക്കെ, അങ്ങനെ പല തെറ്റായ വഴിനടത്തുകളാണ് നമുക്ക് എടുക്കുന്നത്. എന്നാൽ മറ്റ് സഭകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ നിർബന്ധമായും അവരെ ഏത് കാര്യത്തിനും ഒരു പാറ്റേൺ ഉണ്ട്. അതിൽ നിന്നുകൊണ്ട് തന്നെ നോയമ്പ് അനുഷ്ഠിക്കുവാനായിട്ട് അവരുടെ അനുയായികളെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ പറയുന്നത്, നാം എന്ത് ചെയ്താലും നന്നായിട്ട് തന്നെ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. നമുക്കറിയാം, ഓട്ടമത്സരത്തിൽ ഓടുന്ന ഒരു വ്യക്തി അതിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ഓടിയില്ല എങ്കിൽ, അല്ലെങ്കിൽ അവൻ ട്രാക്ക് തെറ്റിച്ച് ആദ്യം ഓടിച്ചെന്നാലും അവൻ വിജയിയാകത്തില്ല, അവൻ പിന്തള്ളപ്പെടുകയേ ഉള്ളൂ. എന്നാൽ ശരിയായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ശരിയായ ട്രാക്കിലൂടെ ഓടി മുൻപിൽ ചെല്ലുമ്പോൾ അവനെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ സ്ത്രീകളൊക്കെ അടുക്കളയിൽ പല പാചകങ്ങളും ചെയ്യുന്നവരാണ്, അത് പല വിധത്തിലും പാചകം ചെയ്യുന്നവരാണ്. നമുക്ക് ഒരു കറിയെപ്പറ്റി നമുക്കെടുക്കാം. അത് പല കറികളുണ്ടെങ്കിലും ഒന്നിനെ പറ്റി ഞാൻ പറയാം, സാമ്പാറിനെ പറ്റി പറയാം. അതിൽ കായം ചേരണം, പുളി ചേരണം, ഉപ്പ് ചേരണം, പരിപ്പ് ചേരണം, ഇതെല്ലാം ചേരുമ്പോഴാണ് ഒരു സാമ്പാറാകുന്നത്. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കൂ, ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഈ കൂട്ടങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ വെച്ചാലും എന്നിട്ട് നല്ലവണ്ണം ഉള്ള ശരിയായ രീതിയിൽ സാമ്പാർ വെച്ചാൽ, ഇത് രണ്ടും രണ്ട് പാത്രത്തിൽ എടുത്ത് വെച്ചാൽ ഒറ്റ നോട്ടത്തിൽ അത് നമുക്ക് രണ്ടും ഒരുപോലെ തോന്നുകയുള്ളൂ, രണ്ടും സാമ്പാർ തന്നെയാണ്. എന്നാൽ നാം അതൊന്ന് രുചിച്ച് നോക്കുമ്പോഴാണ് എല്ലാ വിധികളും ചേർത്ത് ഉണ്ടാക്കിയ സാമ്പാറിൻ്റെ രുചിയും ഇതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാക്കിയ സാമ്പാറിൻ്റെ രുചിയും തമ്മിൽ ഉള്ള കുറവുകളും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇതുപോലെയാണ് മറ്റുള്ളവർ നമ്മളെ നോക്കുമ്പോൾ നമുക്ക് ഒരു കുറവുമില്ല, നമ്മൾ എല്ലാ പ്രകാരത്തിലും വെടിപ്പുള്ളവരാണ്. നമ്മൾ പള്ളിയിൽ പോകുന്നു, ആരാധിക്കുന്നു, പ്രസംഗിക്കുന്നു, പാഠം വായിക്കുന്നു, എല്ലാ വിധത്തിലും കൊടുക്കുന്നു, അന്യരെ സ്നേഹിക്കുന്നു. എന്നാൽ ദൈവം തമ്പുരാൻ നമ്മളെ നോക്കുമ്പോൾ നമ്മളുടെ കുറവുകൾ നിശ്ചയമായും ദൈവം കണ്ടെത്തുക തന്നെ ചെയ്യും. അവൻ്റെ മുൻപിൽ നമുക്കൊന്നും ഒളിച്ചു വയ്ക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് നാം ചെയ്തു പോയിട്ട കുറവുകളും പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ഒരു പശ്ചാത്താപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും അനുഭവത്തിലേക്ക് ഈ നാളുകളിൽ നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കണം. പലപ്പോഴും നമ്മൾ മാനസാന്തരപ്പെട്ടിട്ടുള്ളവരാണ്. എന്നാൽ ഇനി നമുക്ക് വേണ്ടത് മാനസാന്തരമല്ല, ഒരു രൂപാന്തരമാണ്. ഒരു രൂപാന്തരം നമ്മൾ പ്രാപിച്ചെങ്കിൽ മാത്രമേ നിശ്ചയമായിട്ടും അനുരഞ്ജനത്തിലേക്ക്
രൂപത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ നിങ്ങൾ ഓർക്കണം, ഈ രൂപാന്തരം അത്ര പെട്ടെന്നൊന്നും നമുക്ക് സാധിക്കുന്നതല്ല. നിരന്തരം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായി ഒരിക്കൽ നമുക്ക് രൂപാന്തരം ഉണ്ടാവുക തന്നെ ചെയ്യും. അത് പെട്ടെന്ന് എല്ലാ നമ്മുടെ ദോഷങ്ങളും മാറി നമ്മളങ്ങ് വെടിപ്പാകുമെന്നല്ല ഞാനീ പറയുന്നത്. കുറേശ്ശെയായി നമ്മളിലെ പാപങ്ങൾ നീക്കിക്കളഞ്ഞ് ദൈവത്തിന് ഇഷ്ടമുള്ള വ്യക്തികളായിട്ട്, മകനായിട്ട്, മകളായിട്ടൊക്കെ കർത്താവ് നമ്മളെ ആക്കി തീർക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്കറിയാം, സ്വർണമെന്ന് പറയുന്നത് എപ്പോഴും മണ്ണിൽ കിടക്കുന്ന വസ്തുവാണ്. എന്നാൽ അതിനെ മണ്ണിൽ നിന്നെടുത്ത് അഗ്നിയിലൂടെ കടത്തിവിട്ട് അതിനെ അടിച്ചു പരത്തി മനോഹരങ്ങളായ ആഭരണങ്ങളാക്കി വയ്ക്കുമ്പോൾ അതിൻ്റെ മൂല്യം ഏറ്റവും വിലപ്പെട്ട, അതിനോളം മൂല്യമുള്ള ഒന്ന് ഈ ലോകത്തിലില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ രൂപാന്തരപ്പെടുമ്പോൾ നമ്മുടെ മൂല്യം വർദ്ധിക്കുക തന്നെ ചെയ്യും. കാനാവിലെ കല്യാണ വീട്ടിൽ വെളിമ്പറമ്പിൽ എറിയപ്പെട്ടിരുന്ന കൽപാത്രങ്ങൾ കർത്താവിൻ്റെ കരസ്പർശം ഏറ്റപ്പോൾ കർത്താവ് അതിലെ വെള്ളത്തെ ആശീർവദിച്ചപ്പോൾ അത് വീഞ്ഞായി തീരുകയും അതുവരെ പുറത്തായിരുന്ന കൽഭരണികളുടെ സ്ഥാനം കലവറയിലായി അന്നു മുതലെന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെയാണ് നാം ഒക്കെയും ഇന്ന് പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടവരായി നാം ഒക്കെ ഈ ലോകത്തിൽ ഇങ്ങനെ കുറ്റം ചെയ്തും പശ്ചാത്തപിക്കാതെയും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ വരാതെയും രൂപാന്തരപ്പെടാതെയും ഒക്കെ ജീവിക്കുന്നവരാണ്. എന്നാൽ നിശ്ചയമായിട്ടും രക്ഷ ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ രൂപാന്തരവും ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മുടെ കൃപയും സത്യവുമായിട്ട് നമ്മുടെ ഇടയിൽ പാർക്കുന്ന ഈ കർത്താവിന് നമ്മളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്കതിനുള്ളതായി മനസ്സുണ്ടാകണം, നമുക്കതിനു വേണ്ടി ഒരുങ്ങണം. ഞാൻ ഇത്രയും ദീർഘിച്ച് പ്രസംഗിച്ചത് ഇന്ന് സമയമുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. കൂടിപ്പോയെങ്കിൽ ക്ഷമിക്കണം. നാം എല്ലാവരും ഒരു വിശുദ്ധ നോമ്പിൻ്റെ അനുഭവത്തിലും നോയമ്പ് കഴിയുമ്പോൾ ഒരു ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു നല്ല ജീവിതത്തിൻ്റെ ഉടമകളും അവകാശികളുമായി തീരണം, ദൈവത്തിൻ്റെ മക്കളും പ്രിയമക്കളുമായി തീരുവാൻ അപ്രകാരം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ നിന്നും വിരമിക്കുന്നു.